ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ പുരാതന ഇന്ത്യയിൽ രൂപപ്പെട്ട ജീവിത രീതിയും ശാസ്ത്രവുമാണ് യോഗ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ കാണുന്നുണ്ടാകാം യോഗ ഫോർ ഹെൽത്തി ഏജിങ്. ഇത്തവണത്തെ ഇന്റർനാഷണൽ യോഗ ഡേ തീമാണിത് അല്ലെ. നിങ്ങൾക്കറിയാം എന്നായിരുന്നു യോഗ ഡേ? ജൂൺ 21. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഗയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആസനാസ്, പ്രാണായാമ, ധ്യാനം ഇവയൊക്കെയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സഹായിക്കുന്നു, ജീവിത രീതിയെ എങ്ങനെ സഹായിക്കുന്നു, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ശാരീരിക ക്ഷമത, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി മുതൽ വൃദ്ധന്മാർ വരെ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പൊ ഈ യോഗാഭ്യാസം എന്തിനു സഹായിക്കുന്നു? ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അസുഖങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? അല്ലെ, മാനസികാരോഗ്യം അതിനേക്കാൾ പ്രധാനമാണ്. ശാരീരികവും മാനസികവുമായ ഫിറ്റ്നസ് ആണ് ഓരോ മനുഷ്യനും ആവശ്യം. മനസ്സ് തളർന്നാൽ പിന്നെ കാര്യമില്ല അല്ലെ. മനസ്സ് തളർന്നു പോയാൽ ശരീരവും തളർന്ന പോലെയാണ്, നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും അല്ലെ. അപ്പൊ മാനസികാരോഗ്യം, മെന്റൽ വെൽബീയിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു കൊച്ചു കുഞ്ഞു മുതൽ വൃദ്ധന്മാർ വരെ എന്ത് പ്രധാനമാണ്? മാനസികാരോഗ്യം. മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധ്യമാകൂ അല്ലെ. അപ്പൊ മാനസികാരോഗ്യം, മെന്റൽ വെൽബീയിങ്, ധ്യാനം മനസ്സിനെ ശാന്തമാക്കും അല്ലെ. ശ്വാസോച്ഛ്വാസം അതിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ ധ്യാനത്തിൽ. അപ്പൊ ശാന്തമാക്കും, സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മാനസിക സമ്മർദ്ദം ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇത് യോഗ അഭ്യസിക്കുന്നതിലൂടെ അത് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇനി മാനസികാരോഗ്യം മാത്രമാണോ? അല്ല. അപ്പൊ മാനസികാരോഗ്യം മാത്രമാണോ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ സാധ്യതയുണ്ട്. അപ്പൊ മാനസികവും ശാരീരികവുമായ ഉല്ലാസം ലഭിക്കുന്നതോടൊപ്പം നമുക്ക് എന്തിലേക്കും സാധ്യത തുറന്നു കാട്ടുകയാണ്? കരിയർ ഡെവലപ്മെന്റ്, അതിലേക്കും സാധ്യത തുറന്നു കാട്ടുകയാണ് അല്ലെ. നിങ്ങൾക്കറിയാം എല്ലാ സ്കൂളുകളിലും യോഗ അധ്യാപകരെ എടുക്കുന്നുണ്ട് അല്ലെ. യോഗ ടീച്ചറെ ആവശ്യമാണ്. ഇനി ഫിറ്റ്നസ് സെന്ററുകളിൽ ആരെ ആവശ്യമാണ്? ഒരു യോഗ അധ്യാപകനെ ആവശ്യമാണ്. അപ്പൊ ഇന്ന് ലോകമെമ്പാടും എന്തുണ്ട്? യോഗ പരിശീലനമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കരിയർ സാധ്യതയിലെ ഉണ്ട്. അതിന് എന്ത് വേണം? ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ശാരീരിക ഉന്മേഷം, മാനസിക ഉന്മേഷം, ഒപ്പം സാമ്പത്തികമായ വളർച്ച, കരിയർ ഡെവലപ്മെന്റും നമുക്കവിടെ സാധ്യമാകും എന്നുള്ളതാണ്. അപ്പൊ കരിയർ സാധ്യത വരുമ്പോൾ TTC ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അംഗീകൃത ഒരു യോഗ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യാനും സാധിക്കും അല്ലേ. അപ്പൊ എല്ലാ തലങ്ങളും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും. ഫിസിക്കലായാലും മെന്റലായാലും ഫിനാൻഷ്യലായാലും എല്ലാ സ്റ്റേജുകളും നല്ല ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആഴത്തിലുള്ള അറിവ്, ഡീപ്പ് നോളജ് നേടാൻ സാധിക്കില്ലേ? സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ആഴത്തിലുള്ള അറിവ്, ഡീപ്പ് നോളജ്, അതായത് യോഗയിലൂടെ എന്താണ്? തത്വചിന്ത, ശാരീരിക ശാസ്ത്രം എന്നിവയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി പുതിയ ജീവിതശൈലി അല്ലെ, പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതായത് പുതിയ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ രൂപപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വ്യക്തിയായിരിക്കില്ല കുറച്ചു നാളുകൾക്ക് ശേഷം. അത് യോഗ നമ്മളെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ പുതിയ ജീവിതശൈലി, ഡിസിപ്ലിനുള്ള ജീവിത രീതിയും ആരോഗ്യകരമായ ഭക്ഷണക്രമം. ഇപ്പോഴെല്ലാ മനുഷ്യരുടെയും ഭക്ഷണക്രമം വ്യത്യസ്തമാണ് അല്ലേ. അപ്പം അത് നമുക്ക്
കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യോഗയുടെ സാധ്യതകളാണ്, ആഗോള സാധ്യതകളും അതിനോടൊപ്പം തന്നെയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടുമുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വിദേശത്തും നമുക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിന് എന്തില്ല, ഒരു പ്രായപരിധിയില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും പഠിക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏജ് ഓവർ ആയിപ്പോയി, എനിക്കിനി ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി അധികം വീട്ടമ്മമാരും അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ളവരും ജോലിക്ക് ശേഷം, അതായത് റിട്ടയർഡ് ഒക്കെ ആയതിനു ശേഷം ഇരിക്കുന്നവരും ഉണ്ടാകും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടാകും. അവരോടൊക്കെ ഞാൻ പറയുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് അതുപോലെ മെൻ്റൽ ഹെൽത്ത് നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ സാധിക്കും. തുടർന്നും നിങ്ങൾ ജോലിക്കിരുന്നപ്പോൾ എത്ര ആക്റ്റീവായിരുന്നോ അത്രത്തോളം തന്നെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും നിങ്ങൾ വിട്ടുകളയരുത്. അപ്പം നമ്മുടെ CCയിൽ യോഗ ട്രെയിനിങ് കോഴ്സുണ്ട്, TTC കോഴ്സുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9544455225 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടല്ല ഓൺലൈനായിട്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം. നിങ്ങളുടെ കരിയറിൽ ഒരു മികച്ച ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ 3 മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്